ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഫാൻസിനെ കൊണ്ടിരിക്കുക പൂർത്തി ഉണ്ടായിരുന്നില്ല. വീഡിയോ എവിടെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ഐ എം അപ്ലോഡിങ് എ വീഡിയോ നോട്ട് റൈറ്റ് നൗ വരാൻ പോവുകയാണ്. സോ ഈ വീഡിയോ എല്ലാം ഉണ്ടാകുന്നത് ട്രിപ്പ് ടു ഓസ്ട്രിയ. ഇപ്പോൾ ജർമ്മനിയാണ് ഫസ്റ്റ് ട്രിപ്പാണ് ടു അതർ കൺട്രി അല്ലേ, വേറൊരു കൺട്രിയിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. 6 മണിയാകുമ്പോൾ നമുക്ക് ട്രെയിൻ കയറി നമ്മളങ്ങനെ ഓസ്ട്രിയ പോകുന്നു. സോ ഞാൻ പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഷോ യു ഗൈസ് മൈ പാക്കിംഗ്. എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണമല്ലോ അല്ലേ? എനിക്ക് സുഖമല്ല, എനിക്ക് വയ്യ, മൂക്കടഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കിളിനാഥമായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കിളിനാഥം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സോ സോറി ഗൈസ്. സോ ഐ വിൽ ഷോ മൈ പാക്കിംഗ്. സോ ഗൈസ്, എൻ്റെ പെട്ടി ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതെൻ്റെ പൊന്നെ, എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ മതിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുമ്മാ ജീൻസ്, ടോപ്പ്, പിന്നെ ബൂട്ട്, പിന്നെ ഈ ഷൂ ഉണ്ടോ, വിൻ്റർ ഷൂ, പിന്നെ നല്ല തണുപ്പാണ് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. സോ ഈ പെട്ടിയാണ് ഗൈസ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ബൈ, സീ യു ഇൻ ഓസ്ട്രിയ. ഗൈസ്, ഞങ്ങൾ പോകാൻ പോവുകയാണ്. എല്ലാവരും പെട്ടിയും പ്രമാണവും എടുത്ത് വരുന്നുണ്ട്. ഓസ്ട്രിയക്ക് പോകാനുള്ള കോലമാണ് ഗൈസ്. ബൈ ഡോം ബൈ. കുറേ നേരത്തെ പ്ലാനിങ് ശേഷം ഞങ്ങൾ ഇതാ ഓസ്ട്രിയക്ക് പോകാൻ പോവുകയാണ്. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ഒറ്റ മൈൻഡായിരുന്നു. വേറെ 2-3 പേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട് ഗൈസ്, അല്ലേ? ബാൻ ഓഫിലെത്തിയിട്ട് കാണാം. ബൈ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ട്രെയിനിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. ഇനി ഒരു 5-6 ട്രെയിൻ മാറി കയറാനുമുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾ പോവുകയാണ്. ഞങ്ങൾ രാത്രിയത്തെ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ രാത്രിക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പിസ്സ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലായിരുന്നു. കല്ലും കഷ്ണം എടുത്ത് കടിച്ച് പറിച്ച് തിന്നണ പോലെയായിരുന്നു. പല്ലിളകി പോയില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കള്ളനും പോലീസും കളിച്ചു. പിന്നെ എനിക്ക് സ്വാഭാവികമായും കള്ളൻ അഥവാ ബഡൻ മുതലായ മാർക്ക് കുറവുള്ള സാധനങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ കളിയിൽ അന്തസ്സോടെ ഇതാ തോറ്റിരിക്കുകയാണ്. ഞാൻ തോറ്റു. ഉണ്ടാക്കുകയാണ്. എന്ത് ഷെയ്ക്കാണത്? പ്രോട്ടീൻ ഷേക്ക്. ഈ മറൈൻ ഡ്രൈവിൽ കുലുക്കിയടിച്ച് ശീലുണ്ട്. സായന്ത് കുലുക്കി. സായന്തിന്റെ സ്പെഷ്യൽ കുലുക്കി ഇപ്പൊ വരും 5 മിനിറ്റിനുള്ളിൽ. അതെന്തായിരുന്നു? കുലുക്കി തക്കാതി എറിയടാ, കുപ്പി എറി. ഭാവി ഉണ്ട് ജർമ്മനിയിൽ
കയറിക്കൊണ്ടിരിക്കുകയാണ്. Stieg in Fahrtrichtung rechts. Exit to the right in the direction of travel. ഇവിടെ ഇരുന്നു ഞങ്ങൾക്ക് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തണുപ്പ്, നല്ല മാതിരി തണുപ്പായിരുന്നു. 2 മണിക്കൂർ എൻ്റെ പൊന്നെ വയ്യാണ്ടായി. അങ്ങനെ എങ്ങനെയോ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ സോ മച്ച് സ്ട്രഗിൾ ഞങ്ങൾ ഇതാ ഓസ്ട്രിയ എത്തിയിട്ടുണ്ടായി. നമ്മ എങ്ങോട്ടാ പോകുന്നേ? ഓരോ ടിക്കറ്റ് എത്രയാ? 31 യൂറോ. അതുകൊണ്ട് സോ ഞങ്ങൾ ബഡ്ജറ്റായി 2 കിലോമീറ്റർ നടക്കാൻ പോവാണ് ഗൈസ്. അതെ അല്ലാണ്ട് പൈസ മണിയൊന്നും ഒരു കാര്യമല്ല. അതെ 2 കിലോമീറ്റർ. അവിടെ എത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്ഥലം കാണാൻ ഇതൊന്നല്ലടാ. വിശന്ന് വലന് ലാസ്റ്റ് മഗ്ഡി കയറി ഫുഡ് കഴിച്ചപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമല്ലോ. ടിക്കറ്റില്ലാണ്ട് നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് ടിക്കറ്റ് ഏതെടുക്കണം, എല്ലാത്തിനും തൊട്ടനും പിടിച്ചതിനൊക്കെ പൈസയാണ്. ലാസ്റ്റ് ഞങ്ങൾ 4.7 യൂറോന് ഞങ്ങൾ ടിക്കറ്റ് സക്സസ്ഫുള്ളി എടുത്തു ഗൈസ്. ഞങ്ങൾക്ക് ഇനി ബസ്സിലൊക്കെ കയറാം. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാൽസ്ബർഗിൽ ഏറ്റവും ഫേമസ് ആയ മൊസാർട്ട്സ് ബർത്ത് പ്ലേസിലേക്കാണ് പോകുന്നത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ടിക്കറ്റും ബസ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അവിടെ എന്തെങ്കിലും ഗായ്സ്, നമ്മൾ മൊസാർട്ടിന്റെ ബർത്ത് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വ്ളോഗർക്ക് വയ്യാത്തതുകൊണ്ട് ക്യാമറ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. വ്ളോഗർക്ക് കക്കൂസി പോകാൻ മുട്ടുന്നു. ഇവിടെ ടോയ്ലറ്റ് കാണുന്നില്ല, കുണ്ടിത ഭാവം കാണുന്നില്ലേ. അങ്ങനെ കുറേ ദൂരം നടന്ന് ലാസ്റ്റ് ഞങ്ങൾ വയ്യാണ്ടായി റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. പുറത്തത്തെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു. ആ കാണുന്ന മല ഫുൾ സ്നോയാണ്, നല്ല രസമുണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങൾ എല്ലാവരും സ്റ്റേ ചെയ്ത റൂം. 1 ഡേ ആയിരുന്നു. പിന്നെ നിയർലി ഒരാൾക്കൊരു 30 യൂറോ ആണ് വന്നത്. നല്ലൊരു റൂമൊക്കെയാണ്. പിന്നെ ഇത്തിരി എക്സ്പെൻസീവാണ്, പക്ഷേ ഗുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കിടക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സാൽസ്ബർഗിലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ എല്ലാവർക്കും കൂടെ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി, ബട്ടർ ചിക്കൻ, ബട്ടർ നാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇത്രയും നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് വെച്ച് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കിട്ടിയതായി എന്നുള്ള രീതിയിൽ തിന്നണയാണ്. കുഴപ്പമില്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു ഫുഡാണ്. ബിരിയാണിയൊക്കെ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരികയാണ്. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പിന്നെ റൈസൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടി. പിന്നെ അവർ കോംപ്ലിമെൻ്ററി തന്നെയാണ് നാരങ്ങ, പച്ചമുളക് മുതലായ സാധനങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷെ ബില്ല് വന്നപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബില്ല്. കുഴപ്പമില്ല, എന്നാലും സന്തോഷത്തോടെ വയറിറച്ച് ഞങ്ങൾ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നടന്നു. നല്ല രസമുണ്ട് കേട്ടോ, വീഡിയോ കാണുന്ന പോലെ അല്ല, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പാലത്തിൽ ലോക്കൊക്കെ ഇട്ട് വെച്ച് നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഹാൾസ്റ്റാട്ടിൽ പോവുകയാണ്. മെയിനായിട്ട് ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയാണ് ഇവിടേക്ക് തന്നെ വന്നത്. സോ എല്ലാവരും നേരത്തെയൊക്കെ വിളിച്ച് എണീപ്പിച്ച് ഒരു ചടങ്ങാണത്. നല്ല മടി ഉണ്ടായിരുന്നു എണീക്കാനായിട്ട്, പക്ഷേ നമുക്ക് സമയമില്ല. ട്രെയിനൊക്കെ മിസ് ചെയ്താൽ പിന്നെ ഭയങ്കര സീനാവും. സോ ഞങ്ങൾ എല്ലാവരും വേഗം റെഡിയായി പോവുകയാണ്. ടു ഹാൾസ്റ്റാട്ടിലോട്ട് പോവുകയാണ്. ജർമ്മനി വന്നിട്ട് മര്യാദക്ക് മഞ്ഞൊന്നും കണ്ടിട്ടില്ല. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നല്ല രസമുണ്ടായിരുന്നു മഞ്ഞ്, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വാവ് ആയിരുന്നു, വാവ്. ഈ 1 മണിക്കൂറൊക്കെ മഞ്ഞത്ത് നിൽക്കുമ്പോൾ വാവ് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ മുതൽ കാല് വരെ ഇങ്ങനെ വേനിക്കാൻ തുടങ്ങും, കുത്തി വലിന്. ഈ നഖവും കൂടുതൽ വേനിക്കണേ. അതിന് പിന്നെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ രസത്തിൻ്റെ ഒപ്പം നമുക്ക് നല്ല വേദനയും കൂടി ഉണ്ടാവും. സോ പെയിൻ അനുഭവിച്ചിട്ട് വേണം ബ്യൂട്ടി കാണാൻ. ഞങ്ങൾ കുട്ടിയും പെട്ടിയൊക്കെ എടുത്ത് പോകണതാണ്, കാരണം ട്രെയിൻ അന്ന് തന്നെയാണ്. നമ്മൾ വേഗം ഓടിപ്പിടിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. സോ ബൈ ബൈ ഓസ്ട്രിയ, ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ബാക്ക് ടു ഡ്രസ്ഡൻ. നല്ല രസമുണ്ടായിരുന്നു ട്രിപ്പ്. കുറേ ഫണ്ണ് ഓർമ്മകൾ എല്ലാം ഉണ്ട്. എന്താ പറയുക, എല്ലാവരും ടയേർഡാണ്, ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ബ്യൂട്ടിഫുൾ ട്രിപ്പ് വിത്ത് ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകണമെന്ന് എല്ലാവർക്കും ഇങ്ങനെയുള്ള റൂമിലോട്ട് എത്തിയാൽ മതി എന്നായി ലാസ്റ്റ്. സോ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.